ഹലോ ഓൾ ബ്യൂട്ടിഫുൾ പീപ്പിൾ, ഹലോ വെൽക്കം ടു മൈ ചാനൽ. ഞാൻ പെട്ടെന്ന് അത്യാവശ്യമായിട്ട് ഞാൻ വേഗം വന്നതാണ്. ബിക്കോസ് ഐ റിയലി വാണ്ടഡ് ടു ടെൽ എവ്രിബഡി കപ്പിൾ ഓഫ് തിങ്സ്. വളരെ അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. സോ ഡോണ്ട് സ്കിപ്പ് ഓക്കെ. സോ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എവിടെ ജോലി ചെയ്യുകയാണെങ്കിലും വർക്ക് പ്ലേസിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ, എപ്പോഴെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ട്, ഓൾവേസ് ഇൻഫോം സംബഡി. ഓക്കെ. ഇപ്പോൾ വീട്ടിലാണെങ്കിലും മുതിർന്ന ആരോടെങ്കിലും പറയാം, ജോലി സ്ഥലത്താണെങ്കിലും അവിടുത്തെ മാനേജർ അല്ലെങ്കിൽ അവിടുത്തെ ഓൾ ഇൻ ഓൾ ആരാന്ന് വെച്ചാൽ ജസ്റ്റ് ഇൻഫോം ദെം. ഞാനത് പറയാൻ കാരണം, ഇപ്പോൾ പനി എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാ സ്ഥലത്തും നല്ല രീതിയിൽ സ്പ്രെഡ് ആവുന്നുണ്ട്. മഴക്കാലമാണ്, ഇറ്റ്സ് പ്രിറ്റി ഓബ്വിയസ്. അപ്പോൾ പനി നല്ലോണം സ്പ്രെഡ് ആവുന്ന ഒരു ടൈമാണ്. ഓക്കെ. അപ്പോൾ പല തരത്തിലുള്ള പനിയാണ്, എല്ലാ പനികൾക്കും പ്രത്യേകം പേരുകളാണ്. സോ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ ആരോടെങ്കിലും ഇൻഫോം ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതാണ്. ഫസ്റ്റ് ഇൻഫോം സംബഡി. ഓക്കെ. പറയാം എനിക്കിങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ട്, വേദനയുണ്ട് എന്നൊക്കെ. രണ്ടാമത്തെ കാര്യം, ഇൻ കേസ് ഇപ്പോൾ നിങ്ങൾ ഒരു കാലത്ത് ഒരു 9 മണി ആ സമയത്ത് നിങ്ങൾ ആൻറ്റിബയോട്ടിക് കഴിച്ചു, മരുന്ന് കഴിച്ചു. ഓക്കെ. അതിനുശേഷം പനി കൂടുകയാണെങ്കിൽ, ചൂട് നല്ലോണം കൂടുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോവുക. ഓക്കെ. ഹോസ്പിറ്റലിൽ പോയിട്ട് അവരോട് കാര്യങ്ങൾ പറയാം. ഞാൻ ഇത്ര മണിക്കാണ് മരുന്ന് കഴിച്ചത്, ഇത്ര മണിക്കാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായത്, കൂടി വരുന്നുണ്ട്, ഉള്ളതുപോലെ പറയാം. ഡോണ്ട് ലൈ. ഉണ്ടാക്കിയും പറയണ്ട, പക്ഷെ ഒന്നും വെറുതെ കൂട്ടണ്ട. എനിക്ക് ഭയങ്കര ബോഡി പെയിൻ ആണ്, ചിലപ്പോൾ ബോഡി പെയിൻ ഉണ്ടാവില്ല. ഓക്കെ. കാരണം നിങ്ങൾ എന്താണോ പറയുന്നത് അതനുസരിച്ചിട്ടാണ് അവരവിടെ ചെയ്യുന്നത്. ഓക്കെ. തേർഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ബ്ലഡ് ടെസ്റ്റ് എടുക്കുക. ഓക്കെ. ഓൾവേസ്. പെട്ടെന്ന് ഇപ്പോൾ സപ്പോസ് പനി കൂടി, അപ്പോൾ വേഗം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവരോട് പറയും. ഇനി അവർ ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ടെൽ ദം ബ്ലഡ് ടെസ്റ്റ് എടുക്കണം എന്ന് അവരോട് പറയണം. ഓക്കെ. അത് പറഞ്ഞിരിക്കണം. ബിക്കോസ് അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് പേർക്ക് അത് അറിയുന്നില്ല. ഞാൻ ചില പേഷ്യൻസിനോട് ചോദിക്കുമ്പോൾ അവർക്ക് അറിയുന്നില്ല എന്താണ് ചെയ്യേണ്ടത്. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് എടുക്കുക. കാരണം മരുന്ന് കഴിച്ചിട്ടും നമുക്കിത് വരികയാണെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ട്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് റീസൺ, അല്ലേ? സിമ്പിൾ. നെക്സ്റ്റ് തിങ്, ചില ആൾക്കാരുടെ കേസിൽ, ഇപ്പോൾ ഡെങ്കി ഒക്കെ ആണെങ്കിൽ ചിലരുടെ കേസിൽ ബ്ലഡ് ടെസ്റ്റ് എടുക്കുമ്പോൾ അവരുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എഫക്റ്റ് ആവുന്നില്ല. ബട്ട് ദാറ്റ് ഈസ് ഓക്കെ. അത് നിർബന്ധമില്ല എല്ലാവരുടെയും പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എഫക്റ്റ് ചെയ്യണം, കൂടണം എന്നോ കുറയണം എന്നോ അങ്ങനെ നിർബന്ധമില്ല. കാരണം ഇവിടെ ടെസ്റ്റ് കാണുമ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എഫക്റ്റ് ആവണില്ലല്ലോ എന്ന് നമുക്ക് തോന്നും. ഓക്കെ. പക്ഷെ ആ ലക്ഷണങ്ങൾ, നമുക്ക് ബോഡി പെയിനോ അല്ലെങ്കിൽ പനിയോ തലവേദന ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു അഡ്മിറ്റ് ആവുക അവിടെ. ഏറ്റവും ബെറ്റർ അതാണ്. ഓക്കെ. ട്രിപ്പ് അവരോട് പറയുക, ഇങ്ങനെ ചെയ്യണം എന്ന് അവരോട് പറയാം. ബുദ്ധിമുട്ടുകൾ അറ്റ്ലീസ്റ്റ് ഒരു 2-3 ആൾക്കാരോട് ചോദിക്കുക, നിങ്ങളുടെ നാട്ടുകാരോടോ ഫ്രണ്ട്സിനോടോ ജസ്റ്റ് ആസ്ക്. കാരണം നമുക്ക് പറയാൻ പറ്റില്ല ഏത് പ്ലേസ് ആണ് നല്ലത്, ഏത് ഹോസ്പിറ്റലാണ് നല്ലത്, ഏത് ഡോക്ടറാണ് നല്ലത്, നമുക്ക് പറയാൻ പറ്റില്ല. സോ എപ്പോഴും നിങ്ങൾ ചോദിക്കുക. ഞാനത് പറയാൻ കാരണം, ഒരുപാട് ആൾക്കാർക്ക് തെറ്റിദ്ധാരണയുണ്ട്. ചുമ്മാ അവർ ഹോസ്പിറ്റലിൽ പോവാണ്, ട്രിപ്പ് ഇടുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട്. ഗൈസ്, ട്രിപ്പ് ഇടുന്നതുകൊണ്ട് വലിയൊരു കാര്യം ഉണ്ടാവുന്നില്ല. ബിക്കോസ് ട്രിപ്പ് ഇടുക എന്ന് പറഞ്ഞാൽ ഒരു ORS പോലെയാണ്, നമുക്കൊരു എനർജി കിട്ടുന്ന മാതിരിയാണ്. അപ്പോൾ അവരത് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ ആയി എന്ന് പറഞ്ഞാൽ അവർ അപ്പോഴേക്കും തിരിച്ചു വിടും. അപ്പോൾ എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? നമുക്ക് പനി ഉണ്ടെങ്കിൽ നമ്മൾ റെസ്റ്റ് എടുക്കുക തന്നെ വേണം. അതാണ് ലാസ്റ്റ് പോയിന്റ്. പനി ഉണ്ടോ, റെസ്റ്റ് എടുക്കുക. വെരി ഇമ്പോർട്ടൻറ്റ് ഗൈസ്, വെരി ഇമ്പോർട്ടൻറ്റ്. ബോഡിക്ക് റെസ്റ്റ് ആവശ്യമാണ്. ബോഡി 24 hours വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ചിലപ്പോൾ രാത്രി കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങും. പക്ഷെ ഉറങ്ങിയാലും എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ബോഡി വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ ബോഡിക്ക് ചില സമയത്ത് റെസ്റ്റ് ആവശ്യമാണ്. അപ്പോൾ ജോലിക്ക് പോകണം, ലീവ് എടുക്കണ്ട, ഞാൻ എങ്ങനെ ലീവ് എടുക്കും എന്ന് ആലോചിക്കുന്നവർക്കാണ് ഞാൻ പറയണത്, ലീവ് എടുക്കണം, റെസ്റ്റ് എടുക്കണം. നമ്മുടെ ഫിസിക്കലും മെൻ്റലായിട്ടുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചേ പറ്റൂ. ശാരീരികമായിട്ടും മാനസികമായിട്ടും നമുക്ക് റെസ്റ്റ് ആവശ്യമാണ്. ഓക്കെ. സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് എടുക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുക. സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക.